പ്രചോദനവും വിശ്വാസത്തിന്റെ ഈടുറ്റ സാക്ഷ്യവുമായി എല്ലാവരും ഇരിക്കുക. ഇക്കഴിഞ്ഞ 10 വർഷത്തോളമായി രാമപുരത്തിന്റെ ആത്മീയ തേജസ്സായി ശുശ്രൂഷ ചെയ്യുന്നു പെരിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ഞാറക്കുന്നേലച്ചൻ. സോളമൻ രാജാവ് ജെറൂസലേം ദേവാലയം പണിയുന്നതിൽ പ്രദർശിപ്പിച്ച കൂർമ്മതയാർന്ന ജാഗ്രത, രാമപുരത്തിന്റെ അനുഗ്രഹ കൂടാരമായ ദേവാലയം പണിയുന്നതിൽ പ്രദർശിപ്പിച്ച ഒരു രാജകീയ പൗരോഹിത്യ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഈ ദേവാലയം ആശീർവദിച്ച് ആരാധനയ്ക്കായി ഞങ്ങൾക്കായി തരുന്ന സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് രാമപുരത്തോട് പ്രത്യേകമായി കരുതലുള്ള പിതാവാണ്. പിതാവെ, അങ്ങേക്ക് രാമപുരത്തേക്ക് കൂദാശ കർമ്മത്തിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചന സന്ദേശം നൽകുന്നത് സീറോ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർ ക്ലീമിസ് കർദിനാൾ പിതാവാണ്. ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഗുരുശിഷ്യ സ്മരണകളുടെ സുഖമുള്ള ഓർമ്മകളാണ് ഞങ്ങൾക്കുള്ളത്. ഈ പഴയ ഗുരുവിന്റെ ക്ഷണം സ്വീകരിച്ച് തിരുവനന്തപുരത്തു നിന്നും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന അഭിമന്യ പിതാവിന് എന്റെ പ്രണാമവും സ്വാഗതവും ആശംസിക്കട്ടെ. അഭിമന്യമാർ ജോസഫ് കലറങ്ങാട്ട് പിതാവ് ഞങ്ങളോട് എന്നും ഉണ്ടായിരുന്നു. ഉപദേശം നൽകുവാനും നിർദ്ദേശം നൽകുവാനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ദേവാലയത്തിന്റെ കട്ടള ബെഞ്ചരിച്ച് തന്നതും ശ്രീവ ബെഞ്ചരിച്ചതും അഭിമന്യ കലറങ്ങാട്ട് പിതാവാണ്. പിതാവെ, അങ്ങയുടെ വലിയ സ്നേഹത്തിന് കരുതലിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവമായ സ്വാഗതം ഞാൻ നേരിട്ടെ. അഭിമന്യ കൊച്ചുപിതാവും ഞങ്ങളൊത്തുണ്ടായിരുന്നു. എപ്പോഴും അഭിമന്യ കൊച്ചുപിതാവിനും വലിയ പിതാവ് പള്ളിക്കാവറമ്പിൽ വലിയ പിതാവ് സ്നാനം സ്വീകരിച്ച ദേവാലയം ഇവിടെ തന്നെയാണ്. പിതാവിന് ഈ രാമപുരത്തോട് വല്ലാത്തൊരു ഹോം സിക്നെസ് തന്നെ, ഗ്രഹാതുരത്വം തന്നെയുണ്ട്. പ്രിയപ്പെട്ട സാമ്പിക്കൽ പിതാവെ, പ്രിയപ്പെട്ട അങ്ങാടിയത്ത് പിതാവെ, നിങ്ങൾ ഈ നാടിന്റെ മക്കളാണ്. നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവമായ സ്വാഗതം ഞാൻ ആശംസിക്കട്ടെ. മറ്റ് സഭാ പിതാക്കന്മാരെ, രാഷ്ട്ര നേതാക്കന്മാരെ, ജനപ്രതിനിധികളെ, വൈദികരെ, സഹോദരിമാരെ, സ്നേഹമുള്ള എൻ്റെ ഇടവക ജനമേ, സഹോദരങ്ങളെ, നിങ്ങൾക്കേവർക്കും രാമപുരത്തേക്ക് കുഞ്ഞച്ചന്റെ പുണ്യ കുടീരത്തിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു, ഞങ്ങളെ ധന്യരാക്കുന്നു. ഇടവക ജനം മുഴുവനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഇടമുള്ള ഒരു ദേവാലയം രാമപുരത്തിന്റെ കാലത്തെയും സ്വപ്നമായിരുന്നു. 50 വർഷമെടുത്തു ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ. 2009 സെപ്റ്റംബർ മാസം 2-ാം തീയതി അഭിമന്യമാർ ജോസഫ് കലറങ്ങാട്ട് പിതാവ്, അഭിമന്യമാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവിന്റെ സാന്നിധ്യത്തിൽ പുതിയ ദേവാലയത്തിന്റെ തറക്കല്ലിട്ടു. അവിടെ നിങ്ങോട്ട് ഏതാണ്ട് 10 വർഷമായി
നിരന്തരമായ പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും ദിനങ്ങളായിരുന്നു. ദേവാലയത്തിൻ്റെ നിർമ്മാണ വഴിയില് അഭിമന്യ പിതാക്കന്മാരുടെ സാന്നിധ്യവും തുണയും ഞങ്ങൾക്കെന്നും വലിയ കരുത്തായിരുന്നു. പ്രത്യേകിച്ചും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ഞങ്ങളോടൊത്ത് എന്നും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദേവാലയം പണിതീർത്തിരിക്കുന്നു. ഞങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. എവരെയും ഒരിക്കൽ കൂടി ഈ കൂദാശ കർമ്മത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. ദേവാലയത്തിന് 3 നിലകളാണുള്ളത്. ഏറ്റവും അടിയിൽ കുഞ്ഞച്ചന്റെ മ്യൂസിയം, തീർത്ഥർക്കായി പ്രത്യേകം മാറ്റിവെച്ചിട്ടുള്ള സ്ഥലം. 2ാം നിലയിൽ ഇവിടെയുള്ള എല്ലാ ഭക്തസംഘടനകൾക്കും സ്വന്തമായ ഓഫീസ്, മീഡിയ റൂം, ട്രസ്റ്റുകളുടെ മുറി, അതിഥി മന്ദിരങ്ങൾ ഇവയൊക്കെയുണ്ട്. പള്ളി, ഭാരതീയ, ഗ്രീക്ക്, പോർച്ചുഗീസ്, ഗോത്തിക് ശില്പശൈലികളുടെ സങ്കലനമാണ്. ഈ ദേവാലയത്തിന് ഒരേ സമയം 3500 പേർക്ക് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യമുണ്ട്. ബേമായുടെ ഇരുവശങ്ങളിലായി പ്രായമായ കാരണവന്മാർക്കും രോഗികളായ സഹോദരങ്ങൾക്കും പ്രത്യേകം പ്രാർത്ഥിക്കുവാനുള്ള ഇടം ഒരുക്കിയിട്ടുണ്ട്. ബാൽക്കണിയില് മുല കുടിപ്പിക്കുന്ന അമ്മമാർക്കായി പ്രത്യേകം ഇടവും സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ശില്പഭംഗിയിലും മറ്റ് സൗകര്യങ്ങളിലുമെല്ലാം ഈ ദേവാലയം ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ദേവാലയങ്ങളിൽ ഒന്നാണ്. ഞങ്ങൾക്ക് ദൈവത്തോട് ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പാടുന്നു, ദൈവമേ അങ്ങയുടെ അവർണ്ണനീയമായ ദാനത്തിന് എന്നേക്കും സ്തുതി എന്ന്. തുടർന്ന് വിശ്വാസി സമൂഹത്തിന്റെ തീക്ഷ്ണമായ പ്രാർത്ഥനയോട് കാർമ്മികനും സഹകാർമ്മികരും ഒന്നുചേർന്ന് നമ്മൾ വിശ്വാസപൂർവ്വം നിർമ്മിച്ച ഈ ആലയത്തെ ദൈവത്തിനായി എന്നേക്കുമായി പ്രതിഷ്ഠിക്കുന്ന കൂദാശ കർമ്മം ആരംഭിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ആഗോസ്തീനോസിന്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ ഇടവകയിൽ ബൃഹത്തും അതിമനോഹരവുമായ ഒരു പുതിയ ദൈവാലയം പണിതുയർത്തപ്പെട്ടിരിക്കുന്നു. കേരള ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും സ്ഥാനം കിട്ടിയിട്ടുള്ള സ്ഥലമാണ് രാമപുരം. ദേവർപറമ്പിൽ കുഞ്ഞച്ചൻ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടത് മുതലാണ് രാമപുരം കൂടുതൽ പ്രസിദ്ധി ആർജിച്ചത്. കുഞ്ഞച്ചന്റെ പൂജ്യാവിശിഷ്ടങ്ങൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന കബറിടം പഴയ പള്ളിയിലുണ്ട്. അവിടെ തന്നെ കബറടക്കം ചെയ്തിരിക്കുന്ന പാറയിമാക്കൽ തോമാക്കത്തനാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ ആ പള്ളിയുടെ തന്നെ ഭിത്തിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. രാമപുരത്തുകാരുടെ വലിയ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ മനോഹരമായ ഒരു ദൈവാലയം പണിയണമെന്നത്. ഏകദേശം 50 വർഷങ്ങളോളം മനസ്സിൽ കാത്തുകൊണ്ട് നടന്ന ആ അഭിലാഷം ഇന്ന് പൂർത്തിയായിരിക്കുന്നു. ദൈവാലയ നിർമ്മാണത്തിന്
വലിയ ബഹുമാനപ്പെട്ട വികാരി ജോർജ് ഞാറക്കുന്നേലച്ചൻ സ്വീകരിച്ച ശൈലി മാതൃകാപരമാണ്. നിർബന്ധപൂർവമായ വീതപ്പിരിവൊന്നുമില്ലാതെ ദൈവജനം സന്തോഷപൂർവ്വം നൽകിയ സംഭാവനകൾ കൊണ്ട് മാത്രമാണ് ഈ ദൈവാലയം നിർമ്മിക്കപ്പെട്ടത് എന്നറിഞ്ഞു. അതിനാൽ ഇതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും കൈക്കാരന്മാർ, മറ്റ് സഹകാരികൾ എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശക്തനായ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര പ്രിയങ്കരമാകുന്നു. എല്ലാം വിശുദ്ധീകരിക്കുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലം എത്ര മനോഹരവും മഹനീയവുമാകുന്നു. എന്റെ ഹൃദയവും ശരീരവും ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസുതന്റെ വധുവായ തിരുസഭയെ നിത്യവിശുദ്ധിയുടെ വസ്ത്രം അണിയിക്കണമേ. സഭയിൽ സ്ഥാപിതമായിരിക്കുന്ന പീഠത്തിന്മേൽ അങ്ങയുടെ അരൂപയെ ദിവസിപ്പിക്കണമേ. അതിൽ നിന്ന് പുറപ്പെടുന്ന ജീവദായകമായ പുരാശകൾ വഴി അങ്ങയുടെ വിശുദ്ധീകരണ ചിഹ്നത്താൽ മുദ്രിതരാക്കപ്പെടുന്ന വിശ്വാസികളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. അങ്ങയുടെ സനാതനവും പരിപാവനവുമായ സ്വർഗീയ വസതിയെ പ്രകീർത്തിക്കുന്ന വിശുദ്ധർക്ക് ദിവ്യാനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ ഈശോ ജെറൂസലമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദൈവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ
ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുവിൻ. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? ഈശോ മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദൈവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധലിഖിതവും ഈശോ പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. പരിശുദ്ധ നാമത്തിന് എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ അത്യഭിവന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവേ, പാലാരൂപതയുടെ അധ്യക്ഷൻ അഭിവന്യനായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവേ, സിറോ മലബാർ സഭയിലെ അഭിവന്യരായ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വാത്സല്യമുള്ള കുഞ്ഞമക്കളെ, ദേശത്തിനും തിരുസഭയ്ക്കും കേരളത്തിനും ചരിത്രപരമായ അവിസ്മരണീയമായ അനുഭവങ്ങളും ഓർമ്മകളും സമ്മാനിക്കുന്ന ഒരു ദേശത്ത്, കർത്താവിന്റെ തിരുസഭയുടെ അനുഗ്രഹീതമായ ഒരു ഭൂപ്രദേശത്ത്, വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാന്റെയും നമ്മുടെ മണ്ണിന്റെ പ്രിയങ്കരനായ അഗസ്റ്റിൻ ദേവർപറമ്പിൽ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെയും പാവനമായ സ്മരണകൾ നമുക്ക് നൽകിക്കൊണ്ട് ഈ മനോഹരമായ ദൈവീക സങ്കേതം ഉദാശ ചെയ്യപ്പെട്ട് ആരാധനയ്ക്ക് സമർപ്പിക്കുകയാണ്. വികാരിയച്ഛൻ അനേകം പിതാക്കന്മാരുടെയും വൈദികരുടെയും ഗുരുശ്രേഷ്ഠനാണ്. ഞാനും ബഹുമാനപ്പെട്ട ഞാറക്കുന്നേലച്ഛന്റെ ഒരു ശിഷ്യനാണ് എന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. സെമിനാരിയിലെ ഒരു അധ്യാപകൻ മികച്ച അജപാലകനായി ശുശ്രൂഷ ചെയ്യുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷിക്കുകയും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട വികാരിയച്ഛനെയും ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും നേതൃത്വം നൽകിയവരെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ഇടവയ്ക്ക് മലങ്കര സഭയുമായി വിട്ടുപിരിയാത്ത ഒരു ബന്ധമുണ്ട്. എന്റെ മാതൃരൂപതയായ തിരുവല്ല അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി സേവനമനുഷ്ഠിച്ച് ഭാഗ്യസ്മരണാർഹനായ ജോസഫ് മാർ സേവേറിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് എന്നും വലങ്കയ്യായി നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള കച്ചറമറ്റ മോൺസിഞ്ഞോറച്ചൻ രാമപുരത്തെ ഈ ഇടവകയുടെ അനുഗ്രഹമാണ് എന്നതോർക്കുമ്പോൾ ഈ കുദാശയിൽ എൻ്റെ പ്രാർത്ഥനാ സാന്നിധ്യം, എൻ്റെ ഇവിടെയുള്ള ഈ കൂട്ടായ്മയിലെ ബന്ധം അത് ദൈവം നൽകിയ കൃപയായി ഞാൻ സ്വീകരിക്കുന്നു. അഭിനന്ദനായ കല്ലറങ്ങാട്ട് പിതാവേ, പ്രിയപ്പെട്ട പിതാക്കന്മാരെ, പ്രിയപ്പെട്ട ദൈവജനമേ, പാലാരൂപത ദൈവാലയങ്ങൾ, വിശുദ്ധ ജീവിതം, ആഴമുള്ള ക്രിസ്തീയ കുടുംബങ്ങളുടെ കൂട്ടായ്മ,
ലോകമെമ്പാടും തിരുസഭയ്ക്ക് പ്രേക്ഷിതരെ അയക്കുന്ന വലിയ പ്രേക്ഷിതയായ പ്രാദേശിക സഭയെന്നതിൽ കേരള സഭയും ഭാരത സഭയും അഭിമാനിക്കുന്നു. കാരുണ്യത്തിന്റെ പുതിയ വഴികളിൽ അഭിമന്യ പിതാവും ഈ രൂപതയും ഏറ്റെടുക്കുന്ന പുതിയ സമർപ്പണത്തെ മഹത്വം നിറഞ്ഞവനായ ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും കൂടുതൽ പുണ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിയവനായ എന്നെയും ഈ ശുശ്രൂഷയിൽ പങ്കുചേർത്തതിലുള്ള നന്ദി ഈ രൂപതയോട് അറിയിക്കുന്നു. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന് നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുവിനെ കുറിച്ച് ലോകം മുഴുവൻ അറിയിക്കുന്നതിന്, സന്തോഷത്തോടെ അത് പ്രഘോഷിക്കുന്നതിന് ഈ മനോഹരമായ ദൈവാലയത്തിന്റെ മഹത്വം നമ്മെ എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ. അവിടത്തേക്കെന്നും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സംഭാവനകൾ നൽകിയോ അധ്വാനം വഴിയായോ മറ്റേതെങ്കിലും വിധത്തിലോ ഈ ദേവാലയത്തിന്റെ പൂർത്തീകരണത്തിന് സഹായിച്ചിട്ടുള്ളവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസിന്റെ നാമത്തിൽ പണിതുയർത്തിയിരിക്കുന്ന ഈ ദേവാലയത്തിൽ വന്നുകൂടുന്ന വിശ്വാസികൾക്ക് വേണ്ടിയും ഈ നാട്ടിലുള്ള മറ്റെല്ലാവർക്ക് വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പൗത്രീകരണത്തിന് ഉറവിടമായി തീരുമാനമുള്ള ബലിപീഠത്തിന്റെ കൂദാശകർമ്മത്തിനൊരുക്കമായി കാർമികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, സർവശക്തനായ ദൈവമേ, അങ്ങ് മനുഷ്യനിർമ്മിതങ്ങളായ ആലയങ്ങൾക്കോ ആകാശങ്ങൾക്കോ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അപരിമേയനും അഗ്രാഹ്യനുമാകുന്നു. എങ്കിലും ബലഹീനരായ ഞങ്ങളുടെ സംരക്ഷണത്തിനായി ഈ ഭൂമിയിൽ അങ്ങ് ഈ ഭവനം ഞങ്ങൾക്ക് നൽകി. കരവേലയല്ലാത്തതും വലുതും പൂർണ്ണവുമായ ഭവനം അങ്ങ് സ്വർഗത്തിൽ ഞങ്ങൾക്കായി സജ്ജമാക്കുകയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവർക്കും മുമ്പേ ഞങ്ങൾക്ക് വേണ്ടി അതിൽ പ്രവേശിക്കുകയും ചെയ്തു. അങ്ങയുടെ ബഹുമാനത്തിനുള്ള ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുന്ന ആലയങ്ങളിൽ വസിക്കുന്നതിന് കൃപാപൂർവം അങ്ങ് തിരുമനസ്സായി. കർത്താവേ, ഞങ്ങളിപ്പോൾ കർത്താവായ നിന്നോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. മൂശ വഴി ആദ്യ കൂടാരത്തെ അങ്ങ് വേർതിരിക്കുകയും സ്ലേമോൻ വഴി സിഹിയോനിലെ ആലയത്തെ സജ്ജമാക്കുകയും നിന്റെ അനുഗ്രഹീത സഭയെ വിശുദ്ധീകരിക്കുകയും ചെയ്തതുപോലെ അങ്ങയുടെ ബഹുമാനത്തിനായി പണിയപ്പെട്ടിരിക്കുന്ന ഈ ദൈവാലയത്തെയും വേർതിരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഈ മനോഹരമായ സ്ഥലം
നിന്റെ വാസസ്ഥലമായിത്തീരട്ടെ. അങ്ങയുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ രഹസ്യങ്ങൾ ഇവിടെ പരികർമ്മം ചെയ്യപ്പെടട്ടെ. നിർമ്മല മനസാക്ഷിയോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവയനുഷ്ഠിക്കുന്നവർക്ക് കടങ്ങളുടെ പൂർത്തി ലഭിക്കുകയും ചെയ്യട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിയും ആരാധനയും പുകഴ്ചയും അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവേ, അങ്ങയുടെ ദാസന്മാർക്ക് അങ്ങ് ശക്തി നൽകുകയും അവർ ഈ ആലയം അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി നിർമ്മിക്കുകയും സജ്ജീകരിക്കുകയും ചെയ്തുവല്ലോ. അങ്ങയുടെ ദാസനായ മോശ നിർമ്മിച്ച കൂടാരത്തിൽ അങ്ങ് വാസമുറപ്പിച്ചതുപോലെ കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഇവിടെയും സ്ഥാപിക്കണമേ. ദിവ്യരഹസ്യങ്ങൾ നിറഞ്ഞ ഭോജനശാലയെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുടെ കൃപയാൽ അങ്ങ് നിറച്ചതുപോലെ ഇതിനെയും നിറയ്ക്കുകയും അങ്ങയുടെ കാരുണ്യത്താൽ വേർതിരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. അത് പീഡിതരുടെ ആത്മാക്കൾക്ക് ആശ്വാസത്തിനും ദുഃഖിതർക്ക് സങ്കേതത്തിനും എല്ലാ മനുഷ്യരുടെയും കടങ്ങളുടെയും പാപങ്ങളുടെയും പൊറുതിക്കും കാരണമാകട്ടെ. അങ്ങയുടെ ആരാധ്യവും മഹനീയവും പരിശുദ്ധവുമായ നാമത്തെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും ഈ ആലയത്തിൽ ഞങ്ങൾ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യട്ടെ. നിങ്ങൾ ആദരവോളം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ തൈലത്തെ കൃപാപൂർവം ആശീർവദിക്കുകയും കാരുണ്യപൂർവ്വം വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. വിശുദ്ധീകരിക്കുന്ന ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിനായി ഈ ബലിപീഠവും നിന്റെ തിരുനാമസ്തുതിക്കായി ഈ ആലയവും ഇതുകൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. നിർമ്മലമായും വിശുദ്ധമായും നിന്റെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുന്നതിന് ഞങ്ങളെ എല്ലാവരെയും കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. സ്വർഗീയ സൈന്യങ്ങളോടൊത്ത് അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ ബലിപീഠത്തിന്റെയും ഈ ആലയത്തിന്റെയും ആശീർവാദത്തിനും വിശുദ്ധീകരണത്തിനുമായി സജീവവും ജീവദായകവുമായ ശ്ലീവായുടെ അടയാളത്താൽ ഈ തൈലം റുഷ്മാ ചെയ്യപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. ജീവദായകമായ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനുമായി ഈ ബലിപീഠം വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ റുഷ്മാ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനുമായി ഈ സ്ഥലം വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും.
പിതാവിന്റെ നാമത്തിൽ റുഷ്മ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനുമായി ഈ സ്ഥലം വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ റുഷ്മ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മ സംരക്ഷണത്തിനും സർവശക്തനായ കർത്താവിന്റെ നാമമഹത്വത്തിനുമായി ഈ വേസ്കസ വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ റുഷ്മ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ജീവദായകമായ രഹസ്യങ്ങളുടെ സംരക്ഷണത്തിനും സർവശക്തനായ കർത്താവിന്റെ നാമമഹത്വത്തിനുമായി ഈ വേസ്കസ വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ റുഷ്മ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനുമായി ഈ വിശുദ്ധ സ്ഥലം വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ റുഷ്മ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനുമായി ഈ സ്ഥലം വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെ ആത്മാവിന്റെയും നാമത്തിൽ
ആമേൻ. പിതാവിന്റെ നാമത്തിൽ റുഷ്മാ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ആമേൻ. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും ആരാധകരുടെ പ്രവേശനത്തിനും സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തിനുമായി ഈ പ്രവേശന കവാടം വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. പിതാവിൻ്റെ നാമത്തിൽ റുഷ്മാ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും.
അവതരിച്ച വചനമായ ഈശോയെ ജീവിത സർവസ്വവുമായി സ്വീകരിച്ച് വിശ്വസിച്ച് അനുഭവിക്കുന്നതിന് വേണ്ടി പ്രതിഷ്ഠിതമായ ഈ ദൈവ ആലയത്തിൽ ദൈവവചനം ഔദ്യോഗികമായി എന്നേക്കുമായി പ്രതിഷ്ഠിക്കുന്ന കർമ്മമാണ് തുടർന്ന് നടക്കുക. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ദൈവവചനത്തെ ആഘോഷമായി പ്രധാന കവാടത്തിൽ നിന്നും ബലിപീഠത്തിങ്കിലേക്ക് കൊണ്ടുവരുമ്പോൾ കാർമ്മികൻ അത് സ്വീകരിച്ച് പീഠത്തിന്മേൽ സ്ഥാപിക്കുന്നു. വചനമായ ഈശോ നമ്മുടെ ഹൃദയത്തിലും അവതരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനാപൂർവം ധ്യാനപൂർവം നമുക്ക് ഈ കർമ്മത്തിൽ ഭാഗഭാക്കാകാം. തുടർന്ന് അഭിവന്ദ്യ പിതാക്കന്മാർ ശുശ്രൂഷകളോടുകൂടി ദൈവാലയത്തിന് ആനവാതിലിലൂടെ പുറത്തിറങ്ങി പള്ളിക്ക് പ്രദക്ഷിണം വെച്ച് പള്ളിയുടെ ഭിത്തികളും മുറ്റവും വിശുദ്ധജലം തെളിച്ച് വിശുദ്ധീകരിക്കുന്ന സമയമാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവം ആയിരിക്കാം. കർത്താവേ, അങ്ങയുടെ ശക്തിയിൽ രാജാവ് ആനന്ദിക്കും. ജീവദായകമായ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ സ്തുതിക്കും പുരോഹിതരുടെയും ശംശാനമാരുടെയും ശുശ്രൂഷ നിർവഹണത്തിനുമായി ഈ ബലിപീഠവും ദൈവാലയവും വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും പരിപൂർണമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ പൂജ്യതയ്ക്കിണങ്ങാത്തതൊന്നും ഇതിൽ സംഭവിക്കാതിരിക്കട്ടെ. വിശുദ്ധമായ ഈ ഭവനം വെടിപ്പായും നിർമ്മലമായും സൂക്ഷിക്കപ്പെടട്ടെ. ഈ ദേവാലയം നിങ്ങൾക്കും നിങ്ങളുടെ ഇടവകയ്ക്കും ഇവിടെ ആരാധനയ്ക്കായി വരുന്നവർക്കും നിരന്തരമായ ദൈവാനുഗ്രഹത്തിന്റെ ഉറവിടമായിരിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും കർത്താവായ ദൈവമേ,
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അവിടുത്തെ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മളുടെ ഈ പിതാക്കന്മാരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഈ വിശുദ്ധമായ ബൃഹത്തായ അതിസുന്ദരമായ ഈ ദേവാലയം നമ്മൾ നിർമ്മിച്ചതും വെഞ്ചരിച്ചതും പരിശുദ്ധ കുർബാന അർപ്പിച്ചതുമെല്ലാം. കർത്താവിൻ്റെ ശിരസിൽ വളരെ വിലപിടിപ്പുള്ള നാർദീൻ തൈലം പകർന്നപ്പോൾ ശിഷ്യന്മാരും പറഞ്ഞു അത് കൂടിപ്പോയി, അത് വളരെ കോസ്റ്റ്ലിയാണ്. ഈശോ എന്താണ് പറഞ്ഞത്? അത് നടക്കട്ടെ, അങ്ങനെ അതിനൊരു അർത്ഥമുണ്ട്. ദൈവാരാധനയ്ക്ക് വേണ്ടി നമ്മൾ വിലപിടിപ്പുള്ള കാര്യങ്ങൾ ചെലവാക്കുന്നതിൽ ഒരു അർത്ഥമുണ്ടെന്ന് ഈശോ പഠിപ്പിച്ചു. പിന്നീട് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, നമ്മൾ വലിയ സഹനങ്ങൾ ഏറ്റെടുത്ത് എല്ലാവരുടെയും അംശങ്ങൾ കൂട്ടി ഒരു വലിയ പള്ളി പണിയുന്നതിനെ കുറിച്ചാണ് കർത്താവ് അത് പറഞ്ഞത് എന്ന് പോലും. അവിടെ ഈശോ കൂട്ടിച്ചേർത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോഴിത് നല്ലതാണ്, പക്ഷേ ദരിദ്രരെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എനിക്കതാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾ വളരെ സുന്ദരമായ ഈ ദേവാലയം ഇതുപോലെ പണിത് ഉയർത്തിയപ്പോൾ ഈശോ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ദരിദ്രർ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. എനിക്ക് ഈ പ്രദേശം നന്നായിട്ടറിയാം. വീടില്ലാത്തവർ, കിടപ്പാടമില്ലാത്തവർ, വീട് മെയിൻ്റനൻസിന് നിവൃത്തിയില്ലാത്തവർ, അവരെയെല്ലാം സഹായിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ഈ കോസ്റ്റ്ലി സാക്രിഫൈസോട് ചേർന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഉത്സാഹിച്ചാൽ അത് നടക്കും. ഇവിടെ കിടപ്പാടമില്ലാത്ത ഒറ്റ വ്യക്തി പോലും രാമപുരത്തുണ്ടാകരുത്. അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ഈശോ പറഞ്ഞ ആ കാര്യം നമ്മൾ മറക്കരുത്. കോസ്റ്റ്ലി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് നമ്മളുടെ പങ്കുവയ്ക്കലിലൂടെ നമ്മൾ നിർമ്മിച്ച ഈ ദേവാലയത്തോട് ബന്ധപ്പെട്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വമായിട്ട് ഇവിടെ മുഴുവനും, ഈ പ്രദേശം മുഴുവനും നമ്മൾ അതുപോലെ സംരക്ഷിച്ച് എടുത്ത് ഇവിടെ ഉള്ള പാവപ്പെട്ടവരോട് നിങ്ങൾ കരുണാപൂർവം പ്രവർത്തിക്കണമെന്ന് എന്നുകൂടി ഞാൻ നിങ്ങളെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അഗസ്തീനോസിന്റെ നാമത്തിലുള്ള ദേവാലയമാണ്. അദ്ദേഹം സഭ കണ്ട ഏറ്റവും നല്ലൊരു പ്രബോധകനാണ്. നിങ്ങളുടെ വികാരിച്ചനും അതുപോലെയായിരുന്നു. 10 വർഷങ്ങൾ അദ്ദേഹം നിങ്ങളെ പഠിപ്പിച്ച് ഒരുക്കി. ഈ പള്ളി പണിയാൻ വേണ്ടി തന്നെയാണ്. അഗസ്തീനോസിന്റെ 1-2 കുഞ്ഞ് കാര്യങ്ങൾ അദ്ദേഹം എപ്പോഴും പറയുന്നത്,
ഉള്ളിൽ നിന്ന് പഠിപ്പിക്കുന്നവരാകണം നമ്മൾ. മജിസ്റ്റർ ഇന്റീരിയോർ. വീണ്ടും അദ്ദേഹം പറഞ്ഞു, നമുക്ക് സ്പാസിയും ഒരാന്തി, പ്രാർത്ഥനയ്ക്കൊരു സ്പേസ്, ഒരു സ്ഥലം നമ്മൾ എപ്പോഴും കൊടുക്കണം. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് എപ്പോഴും ആവർത്തിച്ച സെന്റ് അഗസ്റ്റിന്റെ ഒരു കൊച്ചു വാക്യമാണ്, സൽത്തേറിയും മേവും ഗൗതിയും മേവും. എൻ്റെ സങ്കീർത്തനങ്ങളാണ് എൻ്റെ സന്തോഷം. അഗസ്തീനോസിനെ അനശ്വരനാക്കി തീർത്ത 3 ചെറിയ ആപ്ത വാക്യങ്ങളാണത്. നമ്മളുടെ ഈ ദേവാലയം പഴയ പള്ളി അല്ലേശ്വമെത്രാൻ എന്ന് നമ്മുടെ പൂർവികരെ വിളിച്ചിരുന്ന അലക്സിസ് ഡോമെനേസിസ് 1599 കല്ലിട്ട ദേവാലയമാണ്. എന്ത് വലിയൊരു ചരിത്രമാണ്. ഡോമെനേസിസ് മെത്രാപ്പോലീത്ത കല്ലിട്ട ദേവാലയമാണത്. നമ്മുടെ പൂർവികരെല്ലാം അല്ലേശ്വ മെത്രാപ്പോലീത്ത എന്ന് വീട്ടുഭാഷയിൽ, കുടുംബഭാഷയിൽ അദ്ദേഹത്തെ വിളിക്കുകയും ഓർക്കുകയും ചെയ്തതെല്ലാം ഈ അവസരത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഞാനൊരു നിമിഷം കൂടി എടുത്ത് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. നമുക്ക് ഇന്ന് ഇതുപോലെ ഈ തിരുക്കർമ്മങ്ങൾ ഈ വിധത്തിൽ ചെയ്യാനായിട്ട്, പെരുകർമ്മം ചെയ്യാനായിട്ട് സാധിച്ചത് വലിയ കൃപയാണ്. പിതാക്കന്മാർ സിനഡിന്റെ നടുവിലാണ്. നാളെ അതിരാവിലെ സിനഡ് ആരംഭിക്കും. നമ്മുടെ വലിയ മെത്രാപ്പൊലീത്ത അലഞ്ചേരി കർദിനാൾ പിതാവ് എത്രയോ വലിയൊരു കാരുണ്യമാണ് നമ്മളോട്, പാലായോട്, സൂറമലബാർ സഭയോട് കാണിച്ചത്. ഇത്രയും മണിക്കൂറുകൾ എല്ലാ കർമ്മങ്ങളും ഏറ്റവും ഭക്തി നിർഭരമായ രീതിയിൽ പിതാവ് നമുക്ക് ചെയ്തു തന്നു. ഒരുപക്ഷേ ഇതുപോലെ ഒരു പള്ളി വെഞ്ചരിപ്പ് എളുപ്പമല്ല. ഒരിടത്തും, ഈ രൂപതയിലല്ല, ഒരു രൂപതയിലും സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ വലിയ പിതാവിൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പങ്കുവയ്ക്കാനും സാന്നിധ്യം വഴി എല്ലാവരോടുമായിട്ട് കൂട്ടത്തിൽ നിൽക്കുവാനുമുള്ള ആ ഒരു താല്പര്യം കൊണ്ടാണ്. പിതാവ് വന്നതിന് ശേഷം നമ്മളുടെ സഭയിലെ അൽമായരെ എന്നും മുൻപന്തിയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. നിങ്ങളിവിടെ ധാരാളം മാതാപിതാക്കളും അൽമായക്കാര് അൽമേര് വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പിതാവ് നൽകിയ ആ ഒരു പ്രോത്സാഹനമാണ്. അൽമായരാണ് സഭയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് നമ്മെ കണ്ട് പഠിപ്പിച്ച് നമ്മെ അതിനോട് ചേർത്ത് നിർത്തുന്ന വലിയ പിതാവാണ് ആലഞ്ചേരി മെത്രാപ്പൊലീത്ത. അദ്ദേഹം പറയമാക്കലിന് ശേഷം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ പുണ്യവും നിഷ്കളങ്കതയും ധൈര്യവും എല്ലാം ഈ സഭയ്ക്ക് ശക്തമായ ഒരു വലിയ ഒരു നേതൃത്വം നൽകിയിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളുടെ സഭയെപ്പോലെ വേറൊരു സഭ പൗരസ്ത്യ സഭകളിൽ കാണുകയില്ല. നമ്മുടെ മെത്രാപ്പൊലീത്ത പാത്രിയാർക്കീസ് ആകുന്ന ആ ഒരു കാലത്തിന് വേണ്ടി ഒരു പേട്രിയാർക്കൽ ചർച്ചായിട്ട് നമ്മളുടെ സഭ മാറുന്നതിന് വേണ്ടിയുള്ള എല്ലാ പുണ്യങ്ങളും കൊണ്ടു നടക്കുന്നയാളാണ് വലിയ മെത്രാപ്പൊലീത്ത. നമുക്കത് പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ ഒരു പൂർത്തീകരണത്തിനായിട്ട് കൂടെ നമ്മളുടെ മനസ്സിൽ കൂട്ടായ്മയോടെ നമുക്ക് ആയിരിക്കാം. ഐക്യത്തിൻ്റെ ശുശ്രൂഷകനാണ് ആലഞ്ചേരി പിതാവ്. എത്രയോ ആയിരക്കണക്കിന് അൽമായരോട് ഈ വർഷങ്ങളിലെല്ലാം പിതാവ് സംസാരിച്ചു. നമ്മുടെ രൂപതയിലും പല അവസരങ്ങളിൽ വന്നു. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കർദിനാൾ ക്ലീമീസ് ബാബ തിരുമേനിയും ഇവിടെ 2 മണിക്കൂറോളം നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നു. മനോഹരമായ സന്ദേശം നൽകി. അദ്ദേഹവും പാലായോട് കാരുണ്യവും അടുപ്പവും എപ്പോഴും കാണിക്കുന്ന ആളാണ്. ഞാനൊരു സമയപരിമിതി വലിയ പിതാവിനോട് പറഞ്ഞിരുന്നു, 2 മിനിറ്റേ പ്രസംഗിക്കാറുള്ളൂ. ഞാൻ മാതൃക കാണിച്ചു തന്നല്ലോ. പിതാവ് 3 മിനിറ്റേ പ്രസംഗിച്ചുള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് സമയനിഷ്ഠയോടുകൂടി തീർത്തു. ഞാൻ അവസാനമായിട്ട് ഒരു വാക്ക് ജിആർഎസിനെ കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ വേദപുസ്തകത്തിലെ ഒരു തിരുവചനമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇന്ന് മുതൽ നിന്റെ വീട്ടിൽ താമസിക്കുകയാണ്. ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ താമസിക്കുകയാണ്. ഇന്ന് മുതൽ. കർത്താവ് പറഞ്ഞതാരോടാണെന്നറിയാം? സെക്രട്ടറിസിനോടാണ്. ജിആർഎസിനോട് ഈ മണിക്കൂറുകളിൽ ഈശോ പറയുകയായിരുന്നു, ഇന്നു മുതൽ നീ പണിയിപ്പിച്ച ഈ വീട്ടിൽ ഞാൻ താമസിച്ചുകൊള്ളാം. അപ്പോഴെല്ലാം നന്നാകും. ഞാനൊന്ന് സൂചിപ്പിച്ചല്ലോ, സക്കേവൂസിന് ആ ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത്, എന്റെ സമ്പത്തിന്റെ പകുതി ദരിദ്രർക്ക് ഞാൻ കൊടുക്കുകയാണ്. ഈശോ പറഞ്ഞ കാര്യമാണ്. ദരിദ്രരെന്നും നിങ്ങളോട് കൂടിയുണ്ട്. നിങ്ങളോട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ സ്ഥലം കൊടുക്കണം, നിങ്ങളുടെ സമ്പത്ത് കൊടുക്കണം. ഇവിടെ വീടില്ലാത്ത ആരും രാമപുരത്തുണ്ടായിരിക്കരുത്. അതാണ് ഇന്ന് ഞാൻ നിന്നോടുകൂടി വസിക്കുകയാണ് എന്ന് പറഞ്ഞ് എന്നും കർത്താവ് ഇവിടെ ഈ മദ്ബഹായിൽ, അതിമനോഹരമായ ഈ മദ്ബഹായിൽ ഉണ്ടായിരിക്കുമ്പോൾ നമ്മളെടുക്കേണ്ട ഒരു തീരുമാനം
അതായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ഞാറക്കുന്നേലച്ചൻ്റെ അറിവും വിശുദ്ധിയും സാമർഥ്യവും നേതൃത്വപാഠവും അജപാലനപരമായി മികവും ആകുന്ന ഈ മൂല്യങ്ങളിലാണ് ഈ പള്ളി പണിതെടുത്തത്. അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട്. അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അച്ഛൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിച്ച പ്രസിഡന്റ് അച്ഛന്മാർ, ദേവസ്യാച്ചന്, മൈക്കിളച്ചന്, സ്കൂളിൽ പഠിപ്പിക്കുന്ന അച്ഛന്മാർ എല്ലാം, അതുപോലെ ഇതിന് നേതൃത്വം നൽകിയ മിസ്റ്റർ ജോണി വാലിന്മേൽ, ഇദ്ദേഹത്തോട് കൂടി പ്രവർത്തിച്ച ഒരു വലിയ സംഘം അൽമായക്കാർ, സമർപ്പിതരെല്ലാം ദൈവത്തിന് സ്തുതി. കുഞ്ഞച്ഛൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധ ആലയത്തിൽ അവിടുത്തെ നാമം സ്തുതിക്കപ്പെടട്ടെ. കർത്താവിന്റെ വാസസ്ഥലത്ത് അവിടുത്തെ വിജയം പ്രഘോഷിക്കപ്പെടട്ടെ. തെറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരും പാപികളും അവിടുത്തെ പക്കലേക്ക് പിന്തിരിയുകയും ദിവ്യരഹസ്യങ്ങളാൽ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. ബലഹീനരും പാപികളുമായ നമ്മുടെയും ലോകം മുഴുവന്റെയും തിരുസഭയുടെയും അവളുടെ സന്താനങ്ങളുടെയും മേൽ അവിടുത്തെ കൃപയും കാരുണ്യവും വർഷിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.